മദ്യത്തിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരിയിൽ സ്വന്തം അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തുന്ന യുവാക്കൾ നമ്മുടെ നാട്ടിലെ പല വീടുകളിലും ഇത്തരം ഭയാനകമായ കാഴ്ച കാണാം. കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ യുവാവ് സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. അതിന് പിന്നാലെ തിരുവനന്തപുരം കിളിമാനൂരിൽ അച്ഛനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് ലഹരിക്കടിമയായ മകൻ. കിളിമാനൂർ സ്വദേശി ഹരികുമാർ മർദ്ദനമേറ്റ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കേസിൽ മകൻ ആദിത്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കിളിമാനൂർ പൊരുന്തമൺ സ്വദേശി ഷിബു എന്ന് വിളിക്കുന്ന ഹരികുമാറാണ് മരിച്ചത്. 52-കാരനായ ഹരികുമാറിന് കഴിഞ്ഞ 15-ന് വൈകിട്ടാണ് മർദ്ദനമേറ്റത്. 22 വയസ്സുള്ള മകൻ ആദിത്യകൃഷ്ണനാണ് മർദ്ദിച്ചതെന്ന് പോലീസ് പറഞ്ഞു. അമ്മയുടെ മൊബൈൽ ഫോൺ ആദിത്യകൃഷ്ണൻ പിടിച്ചു വാങ്ങിയിരുന്നു. ഹരികുമാർ വീട്ടിൽ വന്നപ്പോൾ ഇതറിഞ്ഞ് മൊബൈൽ തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് ആദിത്യകൃഷ്ണൻ പിതാവിന്റെ മുഖത്ത് കൈചുരുട്ടി ഇടിച്ച ശേഷം ചവിട്ടി താഴെ വീഴ്ത്തി. വീഴ്ചയിൽ തറയോടിൽ തലയിടിച്ചാണ് ഹരികുമാറിന് ഗുരുതരമായി പരിക്കേറ്റത്. മുഖത്തും തലയിലും പരിക്കേറ്റ ഹരികുമാറിനെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റതാണെന്നായിരുന്നു ആശുപത്രിയിൽ അറിയിച്ചിരുന്നത്. ചികിത്സയിലിരിക്കെ പുലർച്ചെയാണ് ഹരികുമാർ മരിച്ചത്. ബന്ധുക്കളുടെ മൊഴിയെടുത്ത ശേഷം കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ആദിത്യകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടത്തിലെ മരണകാരണം പൂർണ്ണമായി വ്യക്തമാകുമെന്ന് പോലീസ് അറിയിച്ചു. ആദിത്യകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. ലഹരിക്കടിമയായ ഇയാൾ വീട്ടിൽ നിരന്തരം പ്രശ്നമുണ്ടാക്കിയിരുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. ന്യൂസ് 18 ആറ്റിങ്ങൽ.